ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച്, അതേപോലെ ബ്രേക്ക്, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ നമ്മൾ കിടക്കണ ലൈനർ കമ്പനി ലൈനറൊന്നുമല്ല, ഒരു കുറഞ്ഞ കമ്പനിയുടെ ലൈനറാണ്. തന്നെയല്ല അത് ഉപയോഗിച്ച് അതിൻ്റെ പരമാവധി ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു നിസ്സാരം കൂടി തീരാനുള്ളൂ. അപ്പോൾ ബ്രേക്ക് ഓൾറെഡി നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഒരു വലിച്ചിലൊക്കെ കാണിക്കുന്നുണ്ട്. അത് ലൈനർ മാത്രമല്ല, കേബിളിൻ്റെയും കംപ്ലയിൻ്റ് ഉണ്ട്. അതിന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ ലൈനർ മാറ്റിയിട്ടാലാണ് 100% നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ തൽക്കാലം നമ്മൾ ഇത് ഇട്ടുക, പരമാവധി ഉപയോഗിച്ച് തീർക്കുക. പക്ഷേ ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് ആയിരിക്കും. കാരണം ഈ മോഡൽ ലൈനർ ഉപയോഗിക്കുമ്പോൾ അത് പൊടി കൂടുതലായിരിക്കും. അത് ഹബിനകത്ത് വന്ന് ബ്രേക്ക് ക്ലിയറായിട്ട് കിട്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനൊരു എസ്റ്റിമേറ്റ് ആക്കി പറയാം. അപ്പോൾ അത് നോക്കിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അത് മാറ്റി കളയാനാണ് ഏറ്റവും സേഫ്. പിന്നീട് നമ്മൾ അതുമായിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ടി വരില്ല. പിന്നെ നമ്മൾ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഗിയർ ബോക്സിൻ്റെ ഓയിൽ വളരെ മോശമായിരുന്നു. അത് അഴിച്ചു നോക്കാൻ തന്നെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ ഇവിടേക്ക് ഒരു ബ്രീത്തർ പൈപ്പാണ് വരാം. ഈ എയർ ഫിൽറ്റർ ബോക്സിൽ നിന്നൊരു ബ്രീത്തർ പൈപ്പാണ് വരുന്നത്. ആ പൈപ്പ് അതിൽ നിന്ന് വിട്ടെടുക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വിട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം വീല് വെള്ളത്തിൽ ഓടുന്ന സമയത്ത് ഇവിടെ ഒരു ഹോൾ പോലെ വന്നാൽ ഓൾറെഡി ഗിയർ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോകും. അപ്പോൾ അത് കാരണമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഓയിൽ വളരെ മോശമാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. ആ പൈപ്പ് പൊട്ടി പുറത്ത് വന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ ബോക്സ് ഇവിടെ പൊട്ടിയിരിക്കുക. ഈ സൈഡ് പൊട്ടിയേക്കാണ്. അതായത് എയർ ഫിൽറ്റർ ഈ ബോക്സ് വെച്ചേക്കുന്നത് 2 ബോൾട്ടും, അത് ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, അതേപോലെ ഇവിടെ തന്നെ ഒരു ബോൾട്ടുണ്ട്. ആ ഭാഗമാണ് പൊട്ടിപ്പോയേക്കണം കേട്ടോ. എനിക്ക് എന്തെങ്കിലും തട്ടമുട്ടെന്തെങ്കിലും കിട്ടിയതായിരിക്കുള്ളൂ. പ്ലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു മിനിമം ലോഡ് വന്നു കഴിഞ്ഞാൽ അത് ക്രാഷ് ആവും. കാരണം ആ കണ്ടീഷനിലുള്ള ബോക്സാണ് ഇതും ഇരിക്കുക. ഇനി അതല്ല വല്ല ആ വീലിൻ്റെ ഉള്ളിൽ കൂടെ വല്ല കല്ലടിച്ച് വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോലും ക്രാഷ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചാണ് ആയിരിക്കണം. പിന്നെ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഐറ്റം അവൈലബിൾ അല്ല. അപ്പോൾ അടുത്ത സർവീസിന് കയറുന്നേക്കാളും മുമ്പ് ഐറ്റം വരുത്തി വെച്ചിട്ട് കൂട്ടത്തിൽ കയറ്റി അത് മാറ്റി കളയണമായിരിക്കും സേഫ് കേട്ടോ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയാണ്. ഇപ്പോൾ നിലവിൽ അത് പ്രോബ്ലം ഒന്നുമില്ല. നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. റോളറൊക്കെ ആയാലും തേമാനമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് മേജറായിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്കൊന്നും എത്തിയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ബെൻഡെക്സ് യൂണിറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട്. ഇവിടെ സീലൊക്കെ പൊട്ടി സ്പ്രിങ്ങൊക്കെ പുറത്ത് കാണാമെന്നാണ് കണ്ടിട്ട് നിൽക്കണേ. തന്നെയല്ല വർക്കിങ്ങും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. കാരണം ഞാൻ ഇത് ഇങ്ങോട്ടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇറങ്ങിപ്പോകണം. ഇതിപ്പോൾ ഒരു ടൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നിലവിൽ തിരിച്ചു പോകുന്നില്ല. ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ ബെൻഡെക്സിൻ്റെ പ്രോബ്ലം കേട്ടോ. ഇപ്പോൾ സെൽഫ് വർക്ക് ചെയ്യണൊക്കെ ഉണ്ട്. ഇത് മാറ്റിയിടാണെങ്കിൽ പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വരില്ല. നാളെ ഒരിക്കൽ ഒരു കംപ്ലയിൻറ്റ് അതുമായി ബന്ധപ്പെട്ട് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ബെൻഡെക്സ് യൂണിറ്റ് മാറ്റിക്കളയണം. അതല്ലെങ്കിൽ പിന്നെ ഓടും. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണുമ്പോൾ അതഴിച്ച് നമ്മൾ അപ്പം മാറ്റിയാലും മതി. കാരണം എന്താ വെച്ചാൽ എന്തായാലും കംപ്ലയിൻറ്റ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗം വീലൊക്കെ ചെക്ക് ചെയ്യാനും ടൈറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ അഴിച്ചത് കേട്ടോ. അപ്പോൾ അതും അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റൊന്നും അല്ല നമുക്ക് കിടക്കണേ. ഒരു റോളെന്ന് പറഞ്ഞ ഒരു കുറഞ്ഞ താരതമ്യേന കമ്പനി ബേസ് വെച്ച് നോക്കുമ്പോൾ ഒറിജിനൽ ബെൽറ്റിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ബെൽറ്റിൻ്റെ സെൻട്രൽ പോർഷനൊക്കെ നോക്കിയാലും ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൈയോടെ മാറ്റി കളയണമാണ് നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകൾ ബാക്കിലേക്ക് തന്നെ ഈ ബ്രേക്കിൻ്റെ ഒരു കേബിളും ഔട്ടർ വലിഞ്ഞേക്കണേ. കാരണം എത്രയാണ് ബ്രേക്ക് പിടിച്ച് എത്രയും മൂവ് ചെയ്യാനുള്ളൂ. അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഈ സൈഡിലുള്ള കേബിളും കംപ്ലയിൻ്റ് ആണ്. ഇതിവിടെ ഔട്ടർ വലിഞ്ഞിട്ട് ഇത്രയും മൂവ്മെൻറ്റ് ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതേ സെയിം കേബിൾ അതുണ്ടോ. ഇത്രയും കണക്ഷൻ വന്നാൽ ഇത്രയും ഇങ്ങനെ കയറി ഇറങ്ങി പോകാനായിട്ടുള്ളൊരു ഗ്യാപ്പ് വേണം. ഇത് ഔട്ടർ വലിഞ്ഞേക്കണോണ്ടാണ് ഈ കണ്ടീഷനിൽ നിൽക്കണേ. കൈയോടെ മാറ്റിയിടാനാണ് സേഫ്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബ്രേക്ക് കേബിൾ ഒന്നാമത് ബ്രേക്ക് ക്ലിയർ ആയിരിക്കില്ല. പിന്നെ ബ്രേക്ക് ജാം ആവാനുള്ള സാധ്യത കൂടുതലാണ്. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തത് കേബിൾ പൊട്ടിപ്പോയേണ്ടിയാണ് കേട്ടോ. സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് മൈലേജിൻ്റെ മൈലേജ് കുറവ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. എന്നാലും തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ചെയ്തൊന്ന് കയറ്റിയിടാം. പ്ലഗ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്തിടാം. കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്ത് തരാം. അതിനുശേഷം നിങ്ങൾ മൈലേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം ഉണ്ടെന്നുള്ള ദിവസം. കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് അഴിച്ച് ക്ലിയർ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് പോകും എന്തായാലും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഓൾറെഡി സർവീസിനകത്ത് ഉള്ളതാണ് ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ അതും കൂടി നോക്കുന്നുണ്ട്. 2023 മോഡലാണ് ഇതും ഇരിക്കുന്ന ബാറ്ററി. ആംറോണിൻ്റെ ബാറ്ററിയാണ് 5 ആമ്പിയറിൻ്റെ. അപ്പോൾ നമ്മളതിൻ്റെ ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട്. അതിനകത്ത് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ 12.71 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. ചെക്ക് ചെയ്യുമ്പോൾ ടെസ്റ്റിലേക്ക് വിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യുമ്പോഴും നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും ഓക്കെ ആയിട്ടാണ് കാണിച്ചാണ്.
പിന്നെ ഇതിൻ്റെ കേബിൾ പൊട്ടിപ്പോയ സമയത്ത് ഇത് ഇന്നർ കേബിൾ ഒന്ന് പൊട്ടിയിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. ആ ഓഡോമീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞേക്കുന്നത് ആ കേബിളുമായി ബന്ധപ്പെട്ട തന്നെയാണ്. അതായത് ട്രിപ്പ് മീറ്റർ മുറിക്കിങ്ങല്ലോ. അപ്പോൾ അത് ക്ലിയറായി പൊക്കോളും. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്ത് കയറ്റിയിടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ നമുക്ക് ഫോം ടൈപ്പ് വരാം. അതിന് പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് വന്നു കേട്ടോ. അതായത് ഫോം ടൈപ്പാണ് നമുക്ക് അതിൻ്റെ അത്യാവശ്യം ലൈഫിലേക്ക് എത്തിയതുകൊണ്ടാണ് ഈ സംഭവം പൊടിഞ്ഞു തന്നെ. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമ്മളൊന്ന് മാറ്റി കയറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല ഓയിലാണ് ഇതിനകത്ത് കിടക്കുന്നത്. അവിടെ കുഴപ്പമൊന്നുമില്ല, ലെവല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ നമ്മളതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കുകളാണ് ഭൂരിഭാഗം വർക്കുകളും. അതിനകത്ത് ഉൾക്കൊള്ളതാണ് എല്ലാ ഐറ്റം. നമുക്ക് ആ ബ്രേക്കിൻ്റെ കേബിൾ മാത്രമാണ്, ബ്രേക്ക് കേബിളുകൾ 2 ബ്രേക്ക് കേബിൾ മാറ്റാനുണ്ട്, സ്പീഡോമീറ്റർ കേബിൾ മാറാണ്ട്. ആ കേബിൾ ചേഞ്ചിങ് മാത്രമാണ് നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കായിട്ടുള്ളൂ. ബാക്കിത്തൊക്കെ ഇപ്പോൾ ക്ലച്ചിനകത്തായാലും ബെൽറ്റിൻ്റെ കണ്ടീഷൻ ആയാലും ക്ലച്ച് കാര്യങ്ങളൊക്കെ ജനറൽ സർവീസിൽ വന്ന വർക്കുകളാണ്. അപ്പോൾ ഈ ബ്രേക്ക് കേബിൾ ചേഞ്ച് ചെയ്യണതിൻ്റെ നമുക്ക് അഡീഷണലാണ് അതിൻ്റെ ലേബർ ചാർജും കാര്യങ്ങളൊക്കെ വരാം. നമുക്ക് പാർട്സായിട്ട് മാറ്റേണ്ടി വന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മാറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ 2 കേബിൾ, അതായത് നമ്മൾ ഈ സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വന്ന 2 കേബിൾ, ഒരെണ്ണം ഫ്രണ്ടിലേക്കും വന്നുണ്ട്, ഒരെണ്ണം ബാക്കിലേക്കും ഉണ്ട്. ആ 2 ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ ബെൽറ്റ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി, നിങ്ങളുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടിരിക്കുക. അത് നമുക്ക് അടുത്ത സർവീസിൽ ബുക്ക് ചെയ്ത് വരുത്തി വയ്ക്കാം. അതിന് ശേഷം മാറ്റിയാൽ മതി. തൽക്കാലം പിടപ്പില്ലാത്ത രീതിയിലേക്ക് നമുക്ക് ആക്കി വയ്ക്കാം. പിന്നെ ഗിയർ ബോക്സിനകത്ത് വന്ന ഓയിൽ, ഗിയർ ഓയിൽ മാറ്റുന്നുണ്ട്, ബാക്കിൽ ബ്രേക്ക് ലൈൻഡർ, ഇത്ര ഐറ്റമാണ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. നമ്മൾ ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.